രാത്രിയിലെ അമിത കലോറി ഒഴിവാക്കി ശരീരത്തിലെ കൊഴുപ്പിനെ പെട്ടെന്ന് കുറയ്ക്കാൻ പറ്റുന്ന എണ്ണ ഒട്ടും തന്നെ ചേർക്കാത്ത ഒരു കിടിലൻ ദാൽ സൂപ്പ്. രാത്രിയിലെ ഹെവി ഡിന്നർ മാറ്റിവെച്ച് ശരീരത്തിലെ കൊഴുപ്പിനെ വേഗത്തിൽ കുറയ്ക്കാൻ എണ്ണ ഒട്ടും തന്നെ ഇല്ലാത്ത ദാൽ സൂപ്പാകാം ഡിന്നറിന്. ഞാൻ ഒരു ബൗളിലേക്ക് ഒരു തവി മസൂർ ദാലാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മളുടെ ചെറുപയറിൻ്റെ പരിപ്പാണ്. അത് മസൂർ ദാലിനേക്കാളും കുറച്ചായിട്ട് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മളുടെ സാധാരണ സാമ്പാറിൻ്റെ പരിപ്പും ഇതിലേക്ക് കുറച്ച് ആഡ് ചെയ്യാവുന്നതാണ്. ഇനി ഇത് നന്നായിട്ട് കഴുകി ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതെന്താണെന്നല്ലേ, ഇത് നമ്മളുടെ കടുകിൻ്റെ മൈക്രോഗ്രീൻസ് ആണ്. മണ്ണോ വളമോ ഇടമോ ഇല്ലാതെ സിമ്പിളായിട്ട് ഹെൽത്തി ആയിട്ട് നമുക്ക് തയ്യാറാക്കാം. വെജിറ്റബിൾസിനേക്കാൾ 40 മടങ്ങ് പോഷകഗുണങ്ങളാണ് ഇതിനുള്ളത്. ഇത് പാകമായി വരുന്നതേ ഉള്ളൂ. ഇനി ഞാൻ നമ്മളുടെ സൂപ്പിലേക്ക് ഒരു മീഡിയം സൈസ്ഡ് തക്കാളിയാണ് ചേർക്കുന്നത്. അതുപോലെ തന്നെ ഒരു ക്യാരറ്റും ചെറുതായി അരിഞ്ഞ് ചേർക്കുന്നുണ്ട്. ഇനി നമ്മൾ ഈ സൂപ്പ് കുടിക്കുമ്പോൾ വയറിലെ ഗ്യാസിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാൻ ഒരു കഷ്ണം ഇഞ്ചിയും 3 വെളുത്തുള്ളിയുടെ അല്ലിയുമാണ് ഞാൻ ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. കളറിനായിട്ട് ഞാൻ 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടിയും ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ച് നമ്മൾക്ക് ലോ ഫ്ലെയിമിൽ ഒന്ന് കുക്കാക്കി എടുക്കണം. ഞാൻ ലോ ഫ്ലെയിമിലിട്ട് 2 വിസിലാണ് എടുത്തിരിക്കുന്നത്. ഓരോ കുക്കറിനും അനുസരിച്ചായിരിക്കും നമ്മളുടെ കുക്കിംഗ് ടൈം എടുക്കുക. നമ്മളുടെ ദാൽ നന്നായിട്ട് വെന്ത് മിക്സായി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ മാഷ് ചെയ്ത് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് ലൂസാക്കി കഴിക്കാം. ഞാൻ പേസ്റ്റാക്കി ഒന്ന് അരച്ചെടുത്തിട്ടാണ് ഇവിടെ സൂപ്പ് ഉണ്ടാക്കുന്നത്. ഒരു മിക്സിയുടെ ജാറിലേക്ക് നന്നായിട്ട് തണുത്തതിന് ശേഷം ഈ ദാലിൻ്റെ മിക്സ് മാറ്റുക. കുഞ്ഞു കുട്ടികൾക്കൊക്കെ ഇതുപോലെ ദാലിൻ്റെ മിക്സ് ഉണ്ടാക്കി നമ്മൾ കുറച്ച് നെയ്യും കൂടെ ഒഴിച്ച് ചോറൊക്കെ കൊടുത്ത് നോക്കി പെട്ടെന്ന് വണ്ണം കൂടാനൊക്കെ നല്ലതാണ്. നമ്മൾ വെയിറ്റ് കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നതുകൊണ്ട് തന്നെ ഇതിലേക്ക് ഒട്ടും തന്നെ എണ്ണയോ നെയ്യോ ഒന്നും ചേർക്കുന്നില്ല. ഞാൻ നല്ല പേസ്റ്റ് പോലെ അരച്ച് ഒരു വെസലിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി എരിവിനായിട്ട് 1/2 സ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർത്തിരിക്കുന്നത്. വീണ്ടും 1.5 കപ്പ് വെള്ളം ഒഴിച്ച് നല്ലതുപോലെ മിക്സാക്കി എടുക്കുക. ഒത്തിരി അങ്ങ് ലൂസാകാൻ വേണ്ട. വളരെ ഹെൽത്തിയായ മണ്ണില്ലാതെ ഈ മൈക്രോഗ്രെയിൻസ് ഉണ്ടാക്കുന്നതും അത് വെച്ചിട്ടുള്ള സാലഡ് സ്മൂത്തികളും ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇന്ന് നമ്മൾ ഒത്തിരി അങ്ങ് തിളപ്പിച്ചൊന്നും കുറുക്കുന്നൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഞാൻ വെള്ളം ചേർത്തിരിക്കുന്നത്. ഇനി നമ്മൾ ഫ്ലെയിമിൽ വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിലിട്ട് വേണം കുക്ക് ചെയ്യാൻ. ഒത്തിരി അങ്ങ് തിളച്ച് പോകാണ്ടിരിക്കാൻ ശ്രദ്ധിക്കുക. നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഇല്ലെങ്കിൽ ദാലായതുകൊണ്ട് അടിയിൽ കട്ടി പിടിക്കാനൊക്കെയുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഇത് പെട്ടെന്ന് കട്ടിയായും വരും കേട്ടോ. അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കണേ. ഏകദേശം തിള വരാറായിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ ഒരു 1/4 സ്പൂണ് ലെമൺ ജ്യൂസാണ് ഒഴിച്ചിരിക്കുന്നത്. ദഹനത്തിന് ഏറെ നല്ലതാണ് കേട്ടോ. നമ്മൾ ദാലൊക്കെ കഴിക്കുമ്പോൾ ലെമൺ ജ്യൂസും മല്ലിയിലയൊക്കെ ചേർക്കുന്നത്. കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്തിട്ടുണ്ട്. ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമ്മളുടെ ഫ്ലേവറെല്ലാം ഇപ്പോൾ കമ്പൈൻഡ് ആയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇത് ഈ സ്റ്റവിൽ നിന്ന് മാറ്റാം. സൂപ്പ് കുടിക്കുമ്പോൾ എപ്പോഴും ചെറിയ ചൂടോടെ കുടിക്കാൻ ശ്രദ്ധിക്കുക. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് ഇരട്ടിയാണേ. വയറിലെ കൊഴുപ്പ് കുറച്ച് വെയിറ്റ് കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് രാത്രിയിൽ കുടിക്കാൻ പറ്റിയ ഒരു ഹെൽത്തി ഓപ്ഷനാണിത്. ഹെൽത്തി ആയിട്ടുള്ള ഒരു റാഗി സൂപ്പിൻ്റെ റെസിപ്പി ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതും വെയിറ്റ് കുറയ്ക്കാനും വണ്ണവും വയറും ഒക്കെ കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് രാത്രിയിൽ ട്രൈ ചെയ്യാവുന്ന ഹെൽത്തി ആയൊരു സൂപ്പാണ്. ഇത് നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കണേ. വളരെ ടേസ്റ്റിയാണ്. മഴക്കാലത്താണെങ്കിലും ചൂടായിട്ട് ഇതുപോലെ സൂപ്പൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടൊക്കെ നമ്മൾക്കിരിക്കാം. ഒന്ന് ഗാർണിഷ് ചെയ്യാൻ കുറച്ച് ക്രീം ചേർത്തിട്ടുണ്ട്. വെയിറ്റ് ലോസ് ചാലഞ്ചിൽ ഇത് ഒട്ടും തന്നെ റെക്കമെൻഡഡ് അല്ല. ജസ്റ്റ് ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഇത് ചേർത്തിരിക്കുന്നത്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഇഷ്ടമാകും. താങ്ക്സ് ഫോർ വാച്ചിങ് ഫിംഗർ ഫാമിലി.